എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഈ ഒരു പ്ലാവ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പോയതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാവ് റെസ്റ്റോറൻറ്റ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തൈക്കാട് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിയറസ്റ്റ് ആയിട്ട് പൗണ്ട് എന്ന് പറയുന്ന റോഡിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഈസിലി ആക്സസിബിൾ ആണ്, നമുക്ക് വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഇംപ്രഷൻ വരുന്നത് ഇതിൻ്റെ ഒരു ലുക്കാണ് കേട്ടോ. ഈ ഒരു ഗ്രീനറി, അതായത് ഇൻഡോർ പ്ലാന്റ്സ് ആയാലും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയാലും ഒത്തിരി എന്താ പറയുക എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു ആംബിയൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്കൊന്ന് നൈറ്റൊക്കെ ആണെങ്കിൽ ആ ഒരു ലൈറ്റിങ്സൊക്കെ കൊണ്ട് അടിപൊളിയായിരിക്കും കുറച്ചും കൂടി. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ മെനു ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ്, ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ സ്പെഷ്യൽ ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയ ദിവസത്തിൽ ടൈഗർ പ്രോൺസ്, അതുപോലെ ലാം ചോപ്സ്, ക്രാബിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് ഐറ്റംസ് എന്നല്ല ഉള്ളത്, വളരെ ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് പ്രോൺസ് ടാമ്പറ എന്ന് പറയുന്നൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കഴിച്ചു നോക്കുന്നത്. അപ്പോൾ ഇതൊരു 5 പീസസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരുള്ളത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് എല്ലാവർക്കും ഒരു പീസ് വെച്ച് കിട്ടിയായിരുന്നു കേട്ടോ. ഇത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നല്ല ഒന്നാന്തര ടൈഗർ പ്രോൺസ് നല്ലൊരു എന്താ പറയുക മിക്സിൽ ഡിപ്പ് ചെയ്ത് പൊരിച്ചെടുത്ത ഒരു ഐറ്റമാണ് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കാരണം ആ പ്രോൺസൊക്കെ നല്ല ഫ്രഷ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ സ്റ്റാർട്ടറൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അടുത്ത മെയിൻ കോഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓർഡർ ചെയ്തത് ക്രാബിൻ്റെ റോസ്റ്റ്, ബീഫ് ഉലർത്തിയത്, അതുപോലെ പൊറോട്ട, പിന്നെന്താ ചിക്കൻ പെരട്ട്. ചിക്കൻ പെരട്ടും ബീഫും എല്ലാം നല്ല അസാധ്യ ടേസ്റ്റായിരുന്നു. പിന്നെ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിരിയാണി എനിക്കൊരു യൂഷ്വൽ ബിരിയാണി ആയിട്ടാണ് ഫീൽ ചെയ്തത്. നോർമൽ, ഓക്കെ ഫൈൻ. ബാക്കി എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ. അതിൽ എടുത്ത് പറയേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ പൊറോട്ടയാണ്. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഞാൻ വേറെ കഴിച്ചിട്ടില്ല ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ. അത്രയ്ക്ക് പഞ്ഞി പോലത്തെ പൊറോട്ടയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മെയിൻ കോഴ്സും കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നത് ഡെസേർട്ട് ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഹണി കേക്ക് ആയിരുന്നു, പിന്നെ ഫ്രൂട്ട് സാലഡ്സ്. അപ്പോൾ ഈ ഫ്രൂട്ട് സാലഡിനകത്ത് കുറച്ച് വെറൈറ്റി ആയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവർ ഒത്തിരി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരുന്നു. എക്സ്ട്രാ ഒരു പുളിപ്പ് തോന്നുന്നില്ല, അങ്ങനെ ഒന്നുമില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും അതുപോലെ ഐസ്ക്രീം ആയാലും നല്ല ക്വാളിറ്റിയുള്ള ഐസ്ക്രീമും ആയിരുന്നു. ഹണി കേക്കിലാണെങ്കിൽ ഒറിജിനൽ ഹണി ആയിരുന്നു അതിൻ്റെ മുകളിൽ അവർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേറെ ഹണി കേക്ക് കഴിച്ചിട്ടുണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു അത് കഴിച്ചപ്പോൾ. എന്തായാലും വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു. അതുപോലെ ആംബിയൻസ് ഇസ് ഓൾസോ വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് ഇവിടെ ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ ഒന്ന് വന്ന് നോക്കണം. പ്രത്യേകിച്ച് ഈ ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ആംബിയൻസ് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അതുപോലെ നല്ല സ്പേഷ്യസ് ആണ്, നമുക്ക് കാർ പാർക്കിങ്ങിനൊക്കെ ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാവ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഫുഡ് കഴിച്ച സന്തോഷത്തിൽ നമ്മൾ 2-3 സെൽഫിയൊക്കെ എടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു മെനു ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് പതുക്കെ എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് നോക്കാം. ഇതിനകത്ത് അവർ പറയുന്ന സൂപ്സ്, സാലഡ്സ്, സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, അതുപോലെ കേരള, ഇന്ത്യൻ, ചൈനീസ് ഉണ്ട്, പിന്നെ ഇൻ്റർനാഷണൽ കോഴ്സസ്, അങ്ങനെ ഒത്തിരി ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ റെഫർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.